തമിഴ്നാട് എക്സ്പ്രസിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന ട്രോളി ബാഗിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ചെന്നൈയിലേക്ക്. ചെങ്കപ്പെട്ട്, ഗുഡുവാഞ്ചേരിയിലെ പ്രതികളെന്ന് സംശയിക്കുന്ന അസം, ഒഡീഷ സ്വദേശികളിലേക്കാണ് അന്വേഷണം. കൊലപാതക കാരണം വ്യക്തമല്ലെന്നും ഒളിവിലായ പ്രതികളെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ഈ മാസം 5-ാം തീയതിയാണ് ചെന്നൈ, ഡൽഹി, തമിഴ്നാട് എക്സ്പ്രസിൽ ഉപേക്ഷിക്കപ്പെട്ട ചുവന്ന ട്രോളി ബാഗിൽ നിന്നും അഴുകിയ നിലയിലുള്ള തലയില്ലാത്ത മൃതശരീരം കണ്ടെത്തുന്നത്. തമിഴ് ഭാഷയിൽ എഴുതിയ കടലാസിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ശരീരാവശിഷ്ടങ്ങൾ എന്നതിനാൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു. ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് അസം സ്വദേശിയായ മണിക് ഉദ്ദീൻ ലസ്കർ, ഒഡീഷ സ്വദേശി ഭഗവതി മാജി എന്നിവരിലേക്ക് സംശയമുന ചെന്നുനിന്നത്. ചുവന്ന സ്യൂട്ട്കേസുമായി ചെന്നൈ സ്റ്റേഷനിൽ നിന്ന് ഇരുവരും ട്രെയിൻ കയറിപ്പോകുന്ന CCTV ദൃശ്യമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ഇരുവരും താമസിച്ചിരുന്ന ചെങ്കൽപ്പെട്ട്, ഗുഡുവാഞ്ചേരിയിലെ മസൂദി തെരുവിലുള്ള വീട്ടിലെത്തിയപ്പോഴാണ് സ്ത്രീയുടേതെന്ന് സംശയിക്കുന്ന ശവശരീരാവശിഷ്ടങ്ങൾ വീടിനുള്ളിലെ ബിരിയാണി ചെമ്പിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. ഇരുവരോടുമൊപ്പം വീട്ടിൽ താമസിച്ചിരുന്ന ഒഡീഷ ജഗൽസിക്പൂർ സ്വദേശി ഹയാത്തുന്നിഷയെ കാണാനില്ലെന്ന് മകൻ പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം ഊർജിതമാക്കിയത്. ട്രെയിനിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടവും വീടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹവും ഒരാളുടേത് തന്നെയാണോ എന്ന് പരിശോധിക്കുകയാണെന്ന് തമിഴ്നാട് GRP സൂപ്രണ്ട് P. രാജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറിയിച്ചു. കൊലപാതക കാരണം കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും പ്രതികളെ പിടിക്കുമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.